ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഈ അഴിമതി ആര് തടയും? ഈ വിഷയത്തിലാണ് ഷക്കേന ന്യൂസ് പ്രതികരണം തേടിയത്. പ്രേക്ഷകരുടെ ചില തിരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ നമുക്ക് കാണാം. ആയിരക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് അനുവദിക്കുന്ന 1600 രൂപയിൽ കൈയിട്ട് വരുന്ന ഈ മനോഭാവം എന്തുകൊണ്ടും പ്രതിഷേധാർഹമാണ്. ഇവരെ ആര് നിയന്ത്രിക്കുമെന്നുള്ളതാണ്. വെറും നോക്കുകുത്തുകളായി മാറിയിരിക്കുന്ന സർക്കാർ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതായി വരും. അടിമാലിയിലെ മരിയക്കുട്ടി ചേച്ചിയെ പോലെ ഭിക്ഷാടനം നടത്തുന്ന ഗതികേടിലേക്കാണ് സാധാരണ ക്ഷേമ പെൻഷനുകാർ മാറിയിരിക്കുന്നത്. മരുന്നോ ഉടുക്കാൻ വസ്ത്രമോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും കഷ്ടപ്പെടുന്ന നിരവധിയായ ആളുകൾ അതിജീവിക്കുന്ന ഈ സമൂഹത്തില് അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ ആ ക്ഷേമ പെൻഷനിൽ പോലും കൈയിട്ട് വരുന്ന നടപടി പ്രതിഷേധാർഹമാണ്. തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന ആളുകൾ, അധ്യാപകർ, അതേപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഗസ്റ്റ് ഓഫീസർമാർ, അവരിതിൽ നിന്നും ഒരു പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നീതിക്ക് നിരക്കുന്നതല്ല. അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ആ പൈസ തിരിച്ചടക്കുന്നതും അവർക്കൊരു പ്രശ്നമായിരിക്കത്തില്ല. ശരിക്കും അവർക്ക് ആ കാണിച്ച അനീതിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടത് നാടിൻ്റെ തന്നെ ആവശ്യമാണ്. കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പണം തിരിച്ചടയ്ക്കുന്നതുകൊണ്ട് മാത്രം ഈ സമൂഹത്തിന് അവർ നൽകിയ സന്ദേശം പരിപൂർണമാകുന്നില്ല. അതുകൊണ്ട് അവരുടെ ജോലിയിൽ തന്നെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ആ രീതിയിൽ കൊണ്ടുപോകുന്ന മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ കർശനമായ നടപടി സ്വീകരിക്കാൻ വേണ്ട നടപടിയുള്ളതാണ്. ഇടതുപക്ഷ സർക്കാർ തൊഴിലാളി സർക്കാരിനുള്ള ഭാവേനയാണ് അധികാരത്തിൽ കയറിയത്. എന്നാൽ നാളിതുവരെയായി ഈ പെൻഷൻ മുടങ്ങിയ കാര്യത്തിലോ ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥതയുടെ കാര്യത്തിലോ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. താഴെത്തട്ടിൽ ഉള്ള ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങുന്നതിനും നിത്യ ചെലവുകൾക്ക് വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ സമയത്ത് ക്ഷേമ പെൻഷനിൽ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ കൈയിട്ട് വാരുന്നു എന്ന് പറയുമ്പോൾ വളരെ വിരോധാഭാസമാണ്. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കുവാൻ സർക്കാർ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം. ഒന്നിലേറെ പെൻഷനുകൾ കൈപ്പറ്റുന്നവരെ അതിലൊന്ന് ഒഴിവാക്കുവാൻ ഗവൺമെൻറ് നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ കൃത്യമായി എല്ലാ മാസവും ക്ഷേമ പദ്ധതികൾ തുക നൽകുവാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കണം.